തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ചു കേരളം ആരോഗ്യരംഗത്ത് ഒട്ടേറെ മുന്നിൽ നിൽക്കുന്ന ഒരു പക്ഷേ രാജ്യത്ത് ആരോഗ്യ സൂചികയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ്. പക്ഷേ അവിടെ നിന്നും മലയാളികൾക്ക് നിരക്കാത്ത നിരവധി വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതിൽ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ മൃതദേഹവുമായി അർദ്ധരാത്രി ബന്ധുക്കൾ പ്രതിഷേധിച്ചു എന്നുള്ളതാണ്. 70-കാരി ഉമൈബ മരിച്ചത് ആശുപത്രിയുടെ അനാസ്ഥ മൂലം എന്നാണ് ബന്ധുക്കളുടെ ആരോപണം. പനി ബാധിച്ച ഉമൈബ ന്യൂമോണിയയായി ഗുരുതരാവസ്ഥയിൽ ആയത് വണ്ടാനം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചതിന് ശേഷമാണ് എന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. സംഭവത്തിൽ മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട് അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ഒരു മനുഷ്യനോട് മിനിമം കാണിക്കേണ്ട പരിഗണന കാണിച്ചില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിക്കും എതിരായിട്ടല്ല ഞാൻ സംസാരിക്കുന്ന. ഇത് ഇവിടെ ആരൊക്കെ ഉണ്ടോ അവരൊക്കെ നിൽക്കുന്ന പല രാഷ്ട്രീയത്തിൽപ്പെട്ടവരാ. രാഷ്ട്രീയത്തിന്റെ വിഷയമല്ല ഈ സംസാരിക്കുന്നത്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ രാഷ്ട്രീയമൊന്നും ഇതിന്റെ മേലെ എടുത്ത് കെട്ടുകയും വേണ്ട. ഇവിടെ ഉമ്മാനെ കൊണ്ടുവന്ന് പനിയുമായിട്ട് കൊണ്ടുവന്ന ഉമ്മയുടെ പനി കൂടിയിട്ട് അത് ന്യൂമോണിയ ആയിട്ട് മരിച്ചു എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ എന്താ ഇവിടെ ചെയ്യേണ്ടത്? 24 ദിവസമോ 3 പ്രാവശ്യമായിട്ട് ഇവിടെ അഡ്മിറ്റ് ചെയ്ത് ഇവിടെ മെഡിസിൻ ഡോക്ടർ വളരെയധികം മിസ്ബിഹേവ് എന്നോട് ചെയ്ത് അക്രമമാണ് ചെയ്തത്. ആരെ നോക്കണം എപ്പോ നോക്കണമെന്നൊക്കെയാണ് എന്നോട് ഡോക്ടർ പറഞ്ഞത്. നട്ടലൂത്തി പരിശോധിക്കാൻ സൂപ്രണ്ട് വിളിച്ച് പറഞ്ഞപ്പോ ഇവിടുത്തെ PG ചോദിക്കണ്ടെന്നറിയാമോ? ഏത് സൂപ്രണ്ട്? ആരെ നോക്കണം എപ്പോ നോക്കണം ഞങ്ങൾ തീരുമാനിച്ചോളാം. സാധാരണക്കാരോട് ഇതാണ് പറയണ്ട. 24 ദിവസം ഞാൻ ഈ ഹോസ്പിറ്റലിലെയും ഇവിടുത്തെ ഡോക്ടർമാർ ഞാൻ സാറിനോട് സംസാരിക്കില്ല സാറേ. ഞാൻ ഇവിടെ വന്നിട്ട് എന്റെ ഉമ്മയെ 3 പ്രാവശ്യം അഡ്മിറ്റ് ചെയ്തു. ഈ ഹോസ്പിറ്റലിനെയും ഇവിടുത്തെ ഡോക്ടർമാരെയും അടിയുറച്ച് വിശ്വസിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. എന്റെ മുഖം ഇവിടെ പല സ്റ്റാഫിനും അറിയാം. പല പേഷ്യൻസിനും വേണ്ടി ഞാൻ ഇവിടെ കിടന്ന് ഓടുന്നതാണ്. എന്റെ ഉമ്മയാണ് കിടക്കുന്നത്. ഞാൻ ഇവിടെ ഇരിക്കും. ശരണ്യ സ്നേഹജനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ശരണ്യ, ഇതിപ്പോൾ തുടർച്ചയായി ഇത്തരം ആക്ഷേപങ്ങൾ ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകുന്നു. ഇതിപ്പോൾ ഏറ്റവും ഒടുവിലും അന്വേഷണത്തിന് ഉത്തരവിട്ടു എന്ന് പറയുന്നു. സ്വാഭാവികമായി ഇനി അതിലിപ്പോൾ റിപ്പോർട്ടൊക്കെ വരാൻ സമയമെടുക്കും. പക്ഷേ എന്തുകൊണ്ടാണിത്? ഈ പ്രതിഷേധിക്കുന്ന ആൾ തന്നെ പറയുന്നുണ്ട് ഇത് എത്രയോ സംഭവങ്ങൾ അദ്ദേഹം തന്നെ ഓർത്തെടുക്കുന്നു, അല്ലെങ്കിൽ അത് ആ വാക്കുകളിൽ ഏറ്റവും ഒടുവിൽ സൂചിപ്പിക്കുന്ന അതാണ്. എത്രയോ പേർ ഇത്തരത്തിൽ പ്രതിഷേധവുമായി എത്തേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. അഭിലാഷ്, ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ നാളുകളായി നിരന്തരം ആക്ഷേപങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ചികിത്സാ പിഴവ് മൂലം അല്ലെങ്കിൽ അനാസ്ഥ മൂലം രോഗികൾ മരിക്കുന്നു എന്നുള്ളതാണ്. ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരായ ജനങ്ങൾക്ക് ആശ്രയിക്കാൻ കഴിയുന്ന ഏക ആശുപത്രിയാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രി. കാരണം തീരദേശ മേഖല ഉൾപ്പെടെ വരുന്ന ആലപ്പുഴ ജില്ലയിൽ ഇത്തരത്തിൽ മറ്റൊരു സംവിധാനമില്ല എന്നുള്ളതാണ്. ജനങ്ങൾക്ക് എല്ലാ സംവിധാനം, ട്രോമാ കെയർ ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളും കിട്ടുന്ന ഒരു ആശുപത്രിയില്ല. അത് സർക്കാർ മേഖലയിൽ ഈ മെഡിക്കൽ കോളേജ് മാത്രമാണ് ഉള്ളത്. എന്നാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം, അഭിലാഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അതായത് വണ്ടാനം മെഡിക്കൽ കോളേജിൽ പ്രസവത്തിനെ തുടർന്ന് ചികിത്സ തേടിയ യുവതിക്ക് അണുബാധ ഉണ്ടാവുകയും പിന്നീട് അവർ മരണപ്പെടുകയും ചെയ്തത്. അത് കഴിഞ്ഞ ദിവസം വലിയ പ്രതിഷേധം ആശുപത്രിയിൽ ഉണ്ടാവുകയും ആ സംഭവത്തിനകത്ത് ആരോഗ്യവകുപ്പ് അന്വേഷണം നടത്തുകയും ചെയ്യുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ അടുത്ത കേസ് കൂടി ഉണ്ടായിട്ടുള്ളത്. നമ്മളിപ്പോൾ കണ്ട ഉബൈമയുടെ കേസ് തന്നെയാണെങ്കിൽ അത് 25 ദിവസം മുമ്പാണ് അവർ വണ്ടാനം മെഡിക്കൽ കോളേജിൽ പനി ബാധിച്ച് ചികിത്സയ്ക്കായി എത്തുന്നത്. ആശുപത്രിയിൽ പനി ബാധിച്ച് ചികിത്സയിലിരിക്കെ അവർക്ക് ന്യൂമോണിയ സ്ഥിരീകരിച്ചു എന്നുള്ളതാണ്. ഈ രോഗം മൂർച്ഛിക്കാനും ന്യൂമോണിയയിലേക്ക് കടക്കാനുമുള്ള കാരണം ഡോക്ടർമാരുടെ അനാസ്ഥയാണ് എന്നുള്ളതാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. കുറച്ച് ദിവസം മുമ്പ് തന്നെ ഇവർ ഇത്തരത്തിൽ നമ്മൾ മാധ്യമപ്രവർത്തകരടക്കം അത്തരം അനാസ്ഥ ഉണ്ടാകുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം ബന്ധുക്കളുടെ കടുത്ത പ്രതിഷേധത്തെ തുടർന്ന് ഇവരെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിലേക്ക് മാറ്റുകയും അവിടെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് കയറ്റുകയും ചെയ്തിരുന്നു. ഒരു ദിവസത്തിന് ശേഷം വണ്ടാനം മെഡിക്കൽ കോളേജിൽ നിന്നും കോട്ടയത്തേക്ക് റെഫർ ചെയ്യുകയായിരുന്നു. കോട്ടയത്തേക്ക് കൊണ്ടുപോയ കഴിഞ്ഞ ദിവസം കോട്ടയത്തേക്ക് കൊണ്ടുപോയ രോഗി ഇന്നലെ രാത്രിയോടെ മരണപ്പെടുകയും ചെയ്തു. ഇതിൽ അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം വെറും ഒരു പനിയായി വന്ന ആ സ്ത്രീക്ക് അത്തരത്തിൽ രോഗം മൂർച്ഛിക്കാൻ ന്യൂമോണിയ അവസ്ഥയിലേക്ക് പോകാനും ഉണ്ടായ സാഹചര്യം ഡോക്ടർമാരുടെ അനാസ്ഥയാണെന്നുള്ളതാണ്. ഈ കേസ് ഷീറ്റിൽ പരാമർശിക്കുന്നത് ഡോക്ടർ അമ്പിളിയാണ് ആ ജനറൽ മെഡിസിൻ വിഭാഗത്തിന്റെ ആ വാർഡിൽ അവരെ നോക്കേണ്ട സീനിയർ ഡോക്ടർ അമ്പിളിയുടെ പേരാണ് ഈ ബന്ധുക്കൾ ആരോപിക്കുന്നത്. എന്നാൽ കേസ് ഷീറ്റിൽ ആ പേരുണ്ടെങ്കിൽ പോലും ആ ഡോക്ടർ ഒരിക്കൽ പോലും ആ രോഗിയെ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അവിടെ PG സ്റ്റുഡൻസ് ആയിട്ടുള്ള ആളുകൾ മാത്രമാണ് ഈ ചികിത്സിച്ചത് എന്നുള്ള കാര്യവും സ്ഥിരീകരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ
മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഇവർക്ക് ന്യൂമോണിയ ബാധിച്ചതിനെ തുടർന്ന് നട്ടെല്ല് കുത്തി പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം നൽകിയിരുന്നു. അത് പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത്, അതായത് സൂപ്രണ്ടിന്റെ നിർദ്ദേശം പോലും അവഗണിക്കപ്പെട്ടു എന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്ന ആരോപണം. എന്തായാലും ഇന്നലെ രാത്രി 10 മണിക്ക് ഇവർ കോട്ടയം മെഡിക്കൽ കോളേജിൽ വെച്ച് മരണം സ്ഥിരീകരിക്കുകയും ഒരു 12-11 മണിയോടുകൂടി മൃതദേഹവുമായി ബന്ധുക്കൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിന് മുന്നിലേക്ക് എത്തുകയുമായിരുന്നു. അതിനുശേഷം അവിടെ വലിയ പ്രതിഷേധം ഉണ്ടായി. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിരന്തരം ഉണ്ടാകുന്ന ഈ കഴിഞ്ഞ ദിവസം മരിച്ച ഷിബിനയുടെ കേസ് അടക്കം ആ അമ്പലപ്പുഴ ഭാഗം കേന്ദ്രീകരിച്ച് തന്നെയാണ്. അവിടെയാണ് ഇപ്പോൾ രണ്ടാമത്തെ മരണവും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കൃത്യമായ ഒരു അന്വേഷണം വേണം, നീതി വേണമെന്ന് ആവശ്യപ്പെട്ടാണ് സാധാരണക്കാരായ ആളുകൾ അവിടെ പ്രതിഷേധിച്ചത്. തുടർന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പുലർച്ചെ 1 മണിയോടുകൂടി ആശുപത്രിയിലെത്തി അവർക്ക് ഉറപ്പ് നൽകി, അതായത് ഈ വിഷയത്തിൽ അന്വേഷണം നടത്താമെന്ന് ഉറപ്പ് നൽകി സ്ഥിരീകരിച്ചതിന് ശേഷം മാത്രമാണ് ആ മൃതദേഹവുമായി ബന്ധുക്കൾ പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ 2 കേസുകളും ഇപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ടെങ്കിൽ പോലും മെഡിക്കൽ ബോർഡ് കൂടി അവർ എടുക്കുന്ന തീരുമാനം, ചികിത്സാ പിഴവ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള അവരുടെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇത്തരത്തിൽ ഒരു നടപടിയുമായി മുന്നോട്ട് പോകാനായി മെഡിക്കൽ കോളേജിനടക്കം കഴിയുകയുള്ളൂ. പക്ഷേ നമ്മൾ സാധാരണഗതിയിലുള്ള സംഭവങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ മെഡിക്കൽ ബോർഡ് കണ്ടെത്തി ഡോക്ടർമാരടങ്ങുന്ന സംഘം അതിനകത്ത് നടത്തിയ പരിശോധനകളിൽ ഒന്നും തന്നെ ചികിത്സാ പിഴവ് അവർക്ക് ഒട്ടുമിക്ക കേസുകൾ എന്നല്ല ഭൂരിപക്ഷം കേസുകളിലും അത്തരത്തിൽ ഡോക്ടർമാരുടെ ഭാഗത്തുനിന്ന് ഒരു ചികിത്സാ പിഴവ് ഉണ്ടായി എന്നുള്ള ഒരു കണ്ടെത്തൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതിനകത്ത് നീതി കിട്ടുമെന്നുള്ള പ്രതീക്ഷ ആ കുടുംബവും പങ്കുവെക്കുന്നില്ല.